സ്ക്രീനിങ് ആൻഡ് ഡിസ്കഷൻ, ടോക്സ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ള ഒരു ഫോർമാറ്റിലുള്ള ഒരു പ്രോഗ്രാമാണ്. കോവിഡ് കഴിഞ്ഞതും ആ കാലത്തിന് ശേഷം കുറേ കാലമായിട്ടത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു നമ്മൾ. അത് വീണ്ടും തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ ഇവൻ്റ് മുതൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് നല്ല കൂട്ടായ്മകൾ, ഒരുപാട് നല്ല ബന്ധങ്ങൾ ഈ നഗരത്തിൽ നമുക്ക് അതുവഴി ഉണ്ടായിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി എൻ കരുൺ, പ്രിയനന്ദനൻ, എൻ ജി ശശി, ഇങ്ങനെ ഒരുപാട് ഒരു 10-15ഓളം പി ബാലചന്ദ്രൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സിനിമയുടെ കാണിക്കുകയും അവരോട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിനിമ മണ്ണ്, മൂന്നാറിലെ പൊമ്പളയൂരുമൈ എന്ന് പറയുന്ന സമരത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് എന്ന രീതിയിൽ തുടങ്ങുകയും പല അടരുകളായിട്ട് അവരുടെ പ്രശ്നങ്ങൾ വെറും ഒരു തൊഴിൽ പ്രശ്നമല്ല, അതിൻ്റെ എല്ലാ കോമ്പണൻസും കൂടി ചിക്കിഞ്ഞെടുത്ത് ഒരു സിനിമയാക്കി മാറ്റി രാംദാസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ഒരു ഡോക്യുമെൻ്ററി വെച്ചിട്ട് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തുകയായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു സഹകരിക്കാൻ എനിക്കും ചെറിയൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ ഇന്ന് ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും മാറ്റ്നി പുനരാരംഭിക്കുമ്പോൾ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അലുമിനി ഓർഗനൈസേഷനായ ഈ ക്യാബിലെ പല അംഗങ്ങളെയും ഞാനിവിടെ കാണുന്നു. ബാക്കി ഇന്ന് ഇവിടെ ഈ തിരക്കുള്ള നിങ്ങളുടെ ഈ ദിവസത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെക്കാൻ തീരുമാനിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മുഖ്യ അതിഥിയായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് സണ്ണി കപ്പിക്കാടാണ്. സണ്ണി ചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവരും യൂട്യൂബിലൂടെ അദ്ദേഹത്തിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള, വളരെ ബോൾഡായിട്ടുള്ള പാർട്ടി ഇക്വേഷൻസ് ഒക്കെ നോക്കാതെ ഇഷ്യൂസിനോട് 100% സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് കുറേ കാലം പ്രവാസിയായിട്ട് ജീവിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും ജെന്യുവനായിട്ടുള്ള മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തും, കേരളത്തിലാണ് ഭൂപരിഷ്കരണ നിയമം വന്ന് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും ബാക്കി വെച്ച കുറേ ജോലികളുണ്ട്. അതിൻ്റെ ഭൂമിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഭൂമിക്ക് വേണ്ടി ഇന്നും സമരം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമരങ്ങളുടെ പിറകെ സമരങ്ങളായിട്ട് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത പപ്പീലിയോ ബുദ്ധ എന്ന് പറയുന്ന സിനിമയും ഇതേ സബ്ജക്റ്റിലാണ്. സോ എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ഒരുപാട് എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസിൽ വളരെ ബോൾഡായിട്ട് നിലപാടെടുക്കുന്ന ഒരാളാണ് സണ്ണി ചേട്ടൻ. അതുമാത്രമല്ല, കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന പ്രഹസനത്തിനെതിരെയും ഭൂസമരത്തിന് കാര്യത്തിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ ദളിത് ഇഷ്യൂ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇഷ്യൂ മാത്രമല്ല, ജെൻഡർ ഇഷ്യൂസിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആളാണ് സണ്ണി ചേട്ടൻ. മാത്രമല്ല, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ അദ്ദേഹത്തിൻ്റെ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളത് ഡോക്ടർ ബിജു, സാൻകുട്ടി പട്ടങ്കരി, പിന്നെ നമ്മുടെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. സോ ഇറ്റ് ഈസ് മൈ പ്രിവിലേജ്, പേഴ്സണൽ പ്രിവിലേജ്, അദ്ദേഹത്തിനെ നമ്മുടെ മാറ്റിനി നമ്മൾ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയതിൽ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ രാംദാസ് ഒരു ജേർണലിസ്റ്റായിട്ട് ആകാശവാണിയിൽ വാർത്താവായനയിലൂടെ കരിയർ ആരംഭിച്ച് ബാങ്കിൽ ജോലി ചെയ്ത് മാത്തമാറ്റിക്സിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത്, അത് കഴിഞ്ഞ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത്, അത് കഴിഞ്ഞ് ജോലി രാജിവെച്ച് ജോലി രാജിവെക്കുന്നതിന് മുമ്പാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 2 സിനിമകളും കൂടെ ചെയ്തു. 2 മണിക്കൂർ, ഓൾമോസ്റ്റ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ. തുടങ്ങിയത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു
പ്രിമൈസ് വെച്ചിട്ടാണ്. പക്ഷേ അതിൽ കൂടുതൽ പഠിക്കുകയും പല തവണ അത് റിവൈസ് ചെയ്യുകയും കൂടുതൽ തവണ പോയി ഷൂട്ട് ചെയ്യുകയും അതിനെ പലതവണ എഡിറ്റ് ചെയ്യുകയും സൗണ്ട് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആ സിനിമയുണ്ട്. ആ സിനിമ പലരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഇഷ്യൂസിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് വെളിച്ചം വീശും. ഒരുപാട് നല്ല സിനിമകൾ, ഡോക്യുമെൻ്ററീസും ഫിക്ഷനും ഒക്കെ നമുക്ക് രാംദാസിൽ നിന്ന് പ്രതീക്ഷിക്കാം. രാംദാസിനെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്തു ഇന്നത്തെ പ്രോഗ്രാമിന്. ഇനി നമുക്ക് സമയം കളയാതെ ഇവിടുത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പം ഇനിയും ആൾക്കാർ പതുക്കെ ട്രിക്കിളിൻ ചെയ്യുകയുള്ളൂ. പക്ഷേ ഇനിയും കാത്തിരിക്കാതെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ലാൻഡ് ഓണർഷിപ്പിലുള്ള ലിംഗപരമായും ജാതിപരമായും കേരളത്തിലെ ലാൻഡ് ഓണർഷിപ്പിലുള്ള ഇനീക്വാലിറ്റി, അതിനെപ്പറ്റിയാണ്. കാരണം ആ ഒരു സബ്ജക്റ്റ് വളരെ റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പലരും കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് തള്ളി നീക്കാൻ ശ്രമിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ സിനിമ പറയുന്ന പല സബ്ജക്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സണ്ണി ചേട്ടനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. സണ്ണി ചേട്ടൻ അതിലൊരു അതോറിറ്റിയും കൂടിയാണ്, അതുകൊണ്ടും കൂടിയാണ്. താങ്ക് യു എവരിബഡി. സോ സണ്ണി ചേട്ടൻ പ്ലീസ്.